അപ്പം സോറി ഗൈസ്, ഇത്തിരി ലേറ്റായിപ്പോയി. ഇത്തിരി അല്ല, ഇത്തിരി തോനെ ലേറ്റായിപ്പോയി. സംഗതി എന്താണെന്ന് വെച്ചാൽ കുടിയൊഴിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഐറ്റം. FC ഗോവ തങ്ങളുടെ പ്രധാന ടീമിലെ 7 താരങ്ങളെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു താങ്ക് യു പോസ്റ്റ് ഇട്ട് ഒഴിവാക്കി വിട്ടത്. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സും ഇതുപോലെ വിദേശ താരങ്ങളെ മുഴുവനും ഒരൊറ്റ താങ്ക് യു പോസ്റ്റ് ഇട്ട് ഒഴിവാക്കി വിട്ട കാഴ്ച നമ്മൾ കണ്ടതാണ്. ബക്കാരി കോനെയും കോസ്റ്റേനമിന്റെയും ഹൂപ്പറിനെയും ജോർദൻ മൊറയും എല്ലാവരെയും ഒരൊറ്റ പോസ്റ്റിൽ ഉൾപ്പെടുത്തി പറഞ്ഞു വിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് FC ഗോവ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെയും വിദേശ പ്ലേയേഴ്സിനെയും എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് കൗതുകകരമായ മറ്റൊരു വസ്തുത. സൂപ്പർ ഡിഫൻഡർ അൻവർ അലി, പിന്നീട് റഡീം ലാങ്, മഖൻ ചോട്ടെ, ഹെർണൻ സന്താന, മാർക്ക് വാലൻഡി, ലെനി റോഡ്രിഗസ്, നങ്ഡബ നോറം എന്നിങ്ങനെ 7 താരങ്ങളെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ പോസ്റ്റിൽ FC ഗോവ ഒഴിവാക്കി വിട്ടത്. അപ്പോൾ FC ഗോവ താരങ്ങളെ ഒഴിവാക്കി വിട്ടു എന്ന് പറഞ്ഞ് FC ഗോവയുടെ ആരാധകർ നിരാശപ്പെടുകയൊന്നും വേണ്ട. കാരണം വളരെ മെച്ചപ്പെട്ട കൂട്ടിച്ചേർക്കലുകൾക്ക് വേണ്ടിയാണ് അവർ സിസ്റ്റം ഒഴിവാക്കി വിട്ടത്. സിസ്റ്റത്തിലുള്ള പ്രധാനപ്പെട്ട താരങ്ങളെ ഒഴിവാക്കി വിട്ടു. അതിനോടൊപ്പം തന്നെ അവർ സൂപ്പർ താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സൂപ്പർ പരിശീലകൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. FC ഗോവയുടെ ചരിത്രപരമായിട്ടുള്ള ഒരു അഴിച്ചുപണിക്ക്, സിസ്റ്റം റീബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്രയും താരങ്ങളെ ഒഴിവാക്കിയത്. സോ FC ഗോവയുടെ ആരാധകർ ഒരു തരത്തിലും സങ്കടപ്പെടുകയോ ആശങ്കപ്പെടുകയോ ഒന്നും വേണ്ട. ബൈ.